ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റെനീസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളൊരു ട്രിപ്പാണ് പോകാൻ പോകുന്നത്. നമ്മൾ മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, അങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏകദേശം സമയം നമ്മുടെ 9 മണിയായി. നമ്മളിപ്പം വിട്ട് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറിൽ മൂന്നാർ എത്തും. അവിടുന്ന് പിന്നെ മറയൂർ, ആ റൂട്ടിൽ കാണാവുന്ന എല്ലാ സംഗതികളും കവർ ചെയ്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വൈകുന്നേരം നമ്മൾ തിരിച്ചു വരും. കാന്തല്ലൂർ കാടിറങ്ങും. അന്നേരം കുറച്ച് വന്യജീവികളൊക്കെ കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും രാജാക്കാട് വരെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന റൂട്ടുകളൊന്നും കവർ ചെയ്യുന്നില്ല. അത് ഓൾറെഡി നമ്മുടെ കള്ളിമാലി വ്യൂ പോയിന്റിലേക്ക് പോകുന്നതും പിന്നെ നമ്മുടെ സിംഗണ്ണ ട്രിപ്പിലൊക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ്. അപ്പം രാജാക്കാട് മുതലുള്ള റൂട്ടുകൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല കാഴ്ചകളും മറ്റും കാണാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു ഇന്നിപ്പോൾ നമ്മുടെ 2 കാറിലായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കസിൻസ് ഉണ്ട്, റോബിനും ഷാരോണും പിന്നെ ലില്ലി ആൻറ്റിയും. ഇവിടെ പപ്പ, ജോപ്പ് ഇപ്പോഴേ മാസ്ക് ഇട്ട്. നീനു ഇത് അടിപൊളിയായിട്ടിരിക്കുന്നു. അമ്മ, അപ്പു വന്നിട്ടില്ല. അപ്പു ഇവിടെ പോയി. അപ്പം ഈ ഒരു ട്രിപ്പ് ഒരു 1.5 ട്രിപ്പാകാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. നല്ല നല്ല കാഴ്ചകളായിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലേ. ആദ്യമായിട്ടാണ് എല്ലാവരും ഈ റൂട്ടിൽ പോകുന്നത്. നമുക്ക് ഏതെങ്കിലും ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ, കുറച്ച് ഏതൊരു ലക്കം വെള്ളച്ചാട്ടം, പിന്നെ ഇരവികുളം ഉദ്യാനം, അങ്ങനെ ഏതൊക്കെയോ കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാറിൽ ഫുൾ മാസ്ക് വേണ്ടാന്ന് തോന്നുന്നു. എന്തായാലും മൂന്നാർ റൂട്ടൊക്കെ അല്ലേ, വെച്ചേക്കാം. എടി പാഴ കുറച്ച് കഴിയുമ്പോ അല്ല, അത് നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കണം. അതാ ഇവിടെ എത്രയാ പടക്കം പൊട്ടിയിരിക്കുന്നത്. നമ്മുടെ മൂന്നാർ എത്തണം എന്ന് തന്നെയല്ലേ, നമ്മുടെ പൂപ്പാറ കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ കാണാം. ഇതേ ഒരു എഫക്റ്റില് നമ്മുടെ മൂന്നാർ പോകുന്ന അതേ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇവിടെയും കാണാവുന്നതാണ്. ഇൻ കേസ് ഒരു വേള നിങ്ങൾക്ക് മൂന്നാറൊന്നും പോകാൻ പറ്റിയില്ല, ഇവിടെ വന്നു കഴിഞ്ഞാലും മൂന്നാർ കാണുന്ന അതേ ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നു നമ്മൾ നമ്മുടെ പൂപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നേരെയുള്ള റോഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാറാണ്, റൈറ്റ് പോയി കഴിഞ്ഞാൽ ബോഡിമെട്ടും. പക്ഷെ ഇപ്പൊ നമ്മുടെ ഗ്യാപ്പ് റോഡിലെ വർക്ക് നടക്കുന്നത് കാരണം മാത്രമാണ് നമ്മൾ രാജാക്കാട് വഴി ചുറ്റി വളഞ്ഞു പോകുന്നത്. അപ്പൊ ഏകദേശം ഒരു 12 to 15 കിലോമീറ്റർ ഒരു എക്സ്ട്രാ നമുക്ക് കൂടുതൽ ഓടിക്കേണ്ടി വരും. ഇപ്പം കണ്ടില്ല, ഗ്യാപ്പ് റോഡ് ക്ലോസ്ഡ് എന്നതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഇനി ലെഫ്റ്റ് എടുത്ത് പോവാണ് രാജാക്കാട് റൂട്ടില്. ലോറി ഇപ്പൊ നമ്മള് രാജകുമാരി ടൗണിലേക്കാണ് കയറുന്നത്. അത് കഴിഞ്ഞാൽ നേരെ രാജാക്കാട്. ഇവിടെ നേരെയല്ലേ അപ്പൊ അതങ്ങനെ നമ്മൾ രാജാക്കാട് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മുന്നേ ഒക്കെ പോയിരുന്നത് ലെഫ്റ്റിലേക്കാണ്, അടിമാലി റോഡ്. അപ്പൊ ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നേരെ കുഞ്ചിത്തണ്ണി റോട്ടിലേക്കാണ് പോകുന്നത്. നേരെ മുമ്പിൽ നോക്കിയാൽ മലയൊക്കെ കാണാം. മല നോക്കിയപ്പോ ഹമ്പ് കണ്ടില്ല. മല നോക്കി നടന്ന കാരണം ഹമ്പ് കണ്ടില്ല. ഇനിയുണ്ടൊരു ഹമ്പ്. ഇതല്ല അപ്പുവിന്റെ ഓക്കെ. ഏത് സ്കൂളിന്റെ പേരെന്തപ്പോ? ഓക്കെ. അവര് പിറകിൽ വരുന്നില്ലേ? നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, മേലത്തെ മല കാണാൻ. നോക്ക് പപ്പ, ഈ മല ഏതാ മുന്നേ കാണുന്ന മല? ചൊക്കരമുടി ആശുപത്രി മൂന്നാർ തന്നെയല്ലേ? ഇപ്പൊ നമ്മൾ നിന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ചിത്തണ്ണി പോകുന്ന റൂട്ട് തന്നെ എല്ലക്കല്ല് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം പിറകിലൊക്കെ നല്ല ഒരു പുഴയാണ് ഒഴുകി പോകുന്നത്.
അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നല്ലുണ്ട്. നമ്മളേതായാലും മൂന്നാർ പോയിട്ട് ഇനി ഒരു ഹാൾട്ട് ഉള്ളൂ എന്ന് വിചാരിച്ചാണ്. അതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഒന്നും കൂടി ഇറങ്ങി. അപ്പോൾ ഈ റൂട്ട് വരികയാണെങ്കിൽ, കുഞ്ചിത്തണ്ണി റൂട്ട് വരുന്നവർക്ക് ഇതും കൂടി ഒന്ന് കാണാവുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലട്ടാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിപ്പെട്ടത്. മീൻസ് ഇവിടെ നിർത്തണം എന്ന് വിചാരിച്ചതേ അല്ല, പക്ഷെ വന്നതുകൊണ്ട് ഒരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. അപ്പം ഈ റൂട്ട് വരുന്നവർക്ക് ഇവിടെ തീർച്ചയായിട്ടും നിർത്തി കാണാവുന്നതാണ്. ഇവിടെ നിന്നാണ് ഞാൻ കഴിച്ചു പോവാറ് പപ്പ, എപ്പ ഇറങ്ങുമ്പോഴും. തമിഴ് ഒരു ഇത് തരും, എന്താ പറയാ, ഒരു പൊറോട്ടയും കിട്ടും, പിന്നെ ഒരു മുട്ടച്ചാറും. എന്നിട്ട് അതന്നെ പാർസൽ എടുത്തിട്ട് ഞാൻ പോകും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ മനോരമേന്റെ ടീമിന്റെ റിസോർട്ട് ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട്, വേറെ പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കത്തില്ല. അവരിടക്കാലത്ത് വന്ന് അങ്ങ് താമസിച്ചോ, മന്ത്ലി വൺസോ അങ്ങനെയൊക്കെ. അതിനുവേണ്ടി മാത്രം ഒരു റിസോർട്ട്. അവിടത്തെ സോളാർ ഫിറ്റ് ചെയ്തത് നമ്മളായിരുന്നു. റോഡൊക്കെ അപ്പടി പോയി കിടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. KSRTC സൈക്കിളിന് അവർ ഇവിടേക്ക് ആള് കയറുന്നുണ്ടോ? അതന്നെ, മൂന്നാർ എത്തുമ്പോഴത്തേക്കും മെലിഞ്ഞു പോയിക്കോളൂ. എന്നാൽ ഈ റൂട്ട് മൊത്തം കയറ്റല്ലേ, അതാ ഞാൻ ആലോചിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ബ്യൂട്ടി. വിദേശികൾ മൊത്തം ഇവിടെ കാണാൻ വരും. ഇവിടത്തെയാണ് പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ വിദേശത്തേക്ക് പോകും. എന്നായാലും സ്വിറ്റ്സർലൻഡും അതുപോലുള്ള സ്ഥലത്തെ സൗന്ദര്യമൊന്നും ഇവിടെ ഇല്ല. വാഗമൺ ഒരുവിധം കൊള്ളാം. ഉരുളുപൊട്ടിയിരിക്കുന്നുണ്ടോ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അതേതാ സംഭവം ഉരുളുപൊട്ടിയത്? ആണല്ലേ? അപ്പൊ അത് കിട്ടുവോ? അപ്പൊ യൂക്കാലിപ്സ് മരങ്ങളാണോ അപ്പൊ അത് ഈ റൈറ്റ് സൈഡ് കാണുന്നത്? ഇതിന്റെ തൊലി എന്തിനോ എടുക്കത്തില്ലേ നമ്മള്? അത് തൊലിന്നാണ് എടുക്കുന്നത്. അങ്ങനെ തൊലി പൊളിഞ്ഞു എന്തോ കണ്ട് കേട്ടിരുന്നു. സോ വെൽക്കം ടു മൂന്നാർ. മൂന്നാറിലേക്ക് നമ്മള് എത്തി. മേലൊരു മല പുകയുണ്ടല്ലോ, നമുക്ക് അടിപൊളിയായിട്ട് അല്ലേ കാണാൻ. ഈ സൈഡല്ലേ രാജമല? മൂന്നാർ കഴിഞ്ഞ് മറവൂർ വഴിക്ക് കുറെ പോയി കഴിഞ്ഞിട്ടാ രാജമലക്ക് തിരിഞ്ഞു പോകുന്നത്. രാജമലയിൽ എന്താ ഉള്ളത്? പറയാട്. ഓക്കെ, കോതമേട്. അവരെവിടെ എത്തി? ഇതെന്താ റൈറ്റ് സൈഡ്? ഹൈഡ്രൽ പ്ലാന്റ്. കണ്ടമാനം വണ്ടി ഉണ്ടല്ലോ. ആ കോളനിയാണോ നീനു? യൂക്കാലിപ്സ് മരങ്ങൾ വീണ്ടും കാണല്ലോ. പിള്ളേരാണ്.
ഓഹോ, ഇതെന്താ സംഭവം ഇവിടെ? റൈറ്റ് സൈഡ് ലവേഴ്സ് പാർക്കാണോ? കുറച്ച് ഓപ്പോസ് ചെയ്യട്ടെ പറയാനൊക്കെ. നീയും നോക്കിട്ട് പറ എന്തൊക്കെയാന്ന്. പപ്പ ഇവിടത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. മൂന്നാറായില്ലേ? ആ, ക്ലൗഡ്സ് വാലി തുടങ്ങി നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ വന്നു തുടങ്ങി. നമ്മള് മറയൂർക്ക് നേരെ തന്നെ അല്ലേ? ടൗണിൽ ചെന്ന് കഴിഞ്ഞ് അക്കരെ ചെന്ന് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു പോകും. നമ്മളിതിലേക്ക് വന്നിട്ട് ഹോട്ടൽ SN. ഈ ഏരിയ ഒക്കെ കാണാൻ കൊള്ളാലോ. 999 റുപ്യക്ക്. അപ്പുറം കണ്ടില്ലേ, മഞ്ഞ കണ്ടില്ലേ? നോക്കടി, സെറ്റപ്പ് അല്ലേ ഈ ഒരു നേരത്തും. പിന്നല്ലാണ്ട് ഇത്രയും ഇറങ്ങുന്നില്ലേ? മമ്പോ ടോപ്പ് സ്റ്റേഷൻ 37 കിലോമീറ്ററോ? ഇരുവികുളം പാർക്കല്ല, എല്ലാം നേരെയാണല്ലോ. ടോപ്പ് സ്റ്റേഷൻ മാർക്കറ്റ് കഴിഞ്ഞ അവിടെ ചെല്ലുമ്പോ വലത്തോട്ട്. നൈനിറ്റാളൊക്കെ എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീല്. അവിടെ എല്ലാടി എങ്ങനെയാണ് അടുക്കി വെച്ച പോലെ ഇഷ്ട കണക്കിന് ഉണ്ടാവും. പിസ്സ ഹട്ട് നീ പള്ളിയിലാണോ ലൂസിഫർ ഷൂട്ട് നടന്നത്? ആണോ? അല്ല, പക്ഷെ ലൂസിഫർ ഷൂട്ട് കാണുന്നത് ഇവിടെയാണോ? അല്ലാതെ ആണല്ലേ? ഓക്കെ. കുട്ടിക്കാലത്തിനടുത്തൊരു സ്ഥലമല്ലേ? മൂന്നാർ ടൗൺ, ദേവികുളം ഹൈറ്റ്, തേക്കടിക്ക് 110. ഓ, ഇതാണ് ഇവിടത്തെ മാർക്കറ്റ്. ക്യാരറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഫുള്ള്. ഓ, കണ്ണൻ ദേവൻ. ഇവിടുന്ന് എങ്ങോട്ടാ പപ്പ? നമുക്ക് മാട്ടുപ്പെട്ടി ഇങ്ങോട്ട് ടോപ്പ് നമ്മൾ ഇടത്തോട്ടാ? ഓക്കെ, മറയൂര് നമ്മൾ ലെഫ്റ്റ് എടുത്ത് റൈറ്റ് പോയ ദേവികുളം റൂട്ട് അല്ലേ? ശവപ്പറമ്പാലാ? മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ, ഗ്രീൻലാൻഡ് ചോക്ലേറ്റ്സ്, ഹലുവ. ഓ, ഇതാണ് മാർക്കറ്റ് അല്ലേ? പണ്ട് ഞാൻ ഇവിടെ വന്നായിട്ട് ഞാൻ പച്ചക്കറി മാർക്കറ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. അടിപൊളി ഒരു സെക്ഷൻ അല്ലേ ശരിക്കും പറഞ്ഞാല്, പർച്ചേസും. തമിഴ്നാട് സ്റ്റൈലിലുള്ള പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ കാണുന്നില്ലല്ലോ. റൈറ്റ് അല്ലേ? മറയൂര് 40, രാജമല 8. മറയൂര് 40 കിലോമീറ്റർ അല്ലേ? ഞാൻ പറഞ്ഞു നല്ലോണം മഞ്ഞു. അതേതാ പപ്പമല? അതാണ് ഇനി രാജമല. അതാണോ പപ്പ രാജമല? മുന്നിൽ കാണുന്ന മഞ്ഞു മൂടിയ മല? അല്ല അല്ല, ഈ രാജമല ഇടതുവശത്തേക്കാ. ഇടതുവശം. അപ്പൊ നമുക്ക് ആ റൂട്ടിലായിട്ട് വേണേ നിക്കാം. ശ്മശാനം അല്ലല്ലോ. ഇരവികുളം പാർക്ക് 9 കിലോമീറ്റർ. ഇതല്ലേ പൈൻ ട്രീകള് അല്ലേ? പൈൻ മരമാണോ അത്? പൈനല്ലേ? പൈനും കാറ്റാടിക്കല്ലേ?
നല്ല റേറ്റ് ആയിരിക്കുമല്ലോ ഇവിടെയൊക്കെ ഹോം സ്റ്റേ. ബോഗൺവില്ല തന്നെ. നമ്മുടെ ഓർഡിനറിയിലെ ഇതുപോലെ ഉണ്ടല്ലോ വണ്ടി വരുമ്പോ. മറയൂരിന്ന് വരുന്നതാണോ? ഉടുമ്പൽപേട്ടെന്ന് വരുന്നതായിരിക്കും. പാല കോട്ടയത്തേക്ക് പോണതാ. അല്ലെന്നേ, ഉടുമ്പൽപേട്ടെന്ന് വരുന്നതായിരിക്കും. കോതമംഗലം പളനി ഒരു വണ്ടി ഉണ്ടായിരുന്നു പണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ല സീനറി ആണ് കേട്ടോ. നമ്മള് മൂന്നാറ് രാജമല റൂട്ടിലേക്ക് കയറിയതേ ഉള്ളൂ. നീനു സ്ഥലം എങ്ങനെയുണ്ട്? ആണ് ടുൻറ്റുന്റെ പ്രകൃതി ഒന്നും കാണണ്ടേ? ടുൻറ്റുമ്മ രസല്ലേ? ഇതാണ് കന്നിമല പാലം 1. നമ്മളങ്ങനെ കന്നിമല പാലം കേറിയിട്ടുണ്ട്. എന്തായാലും കഴിക്കാൻ വേണോ? ചോളം, വാളം, വേറെ നന്നായി കഴിക്കാവുന്ന എന്തേലും നോക്കാം. ഒരു ചോളം നീ വരൂടി ഈ വഴിയില് നിർത്താൻ സ്ഥലമില്ലേ? ചോളത്തിനകത്ത് ഇച്ചിരി അവരാ മുളക് പൊടി കിട്ടുന്നില്ലേ? നാമക്കാട് ടീ എസ്റ്റേറ്റ്. നെയ്മക്കാട് ഇവിടെ ആകെ ഡ്രൈ ആയിട്ടിരിക്കുകയാണല്ലോ, കണ്ടില്ലേ മലയൊക്കെ. ഓക്കെ, ചെറിയ വഴി പോണേ അടിപൊളിയാ. ഇത് കണ്ടോ? അപ്പൊ ഇരുവികുളം പാർക്ക് 6 കിലോമീറ്റർ, ചിന്നാർ അമ്പത്തി, മറയൂർ പാർക്ക് 36 ഉണ്ട്. ഇത് കൊള്ളാട്ടോ, നല്ല റൂട്ടാണല്ലോ. ഓക്കെ, ചെറിയ ഒരു വേലിയൊക്കെ. അടുത്ത കാണുന്ന ഒരു ഹോട്ടൽ ഏകദേശം പറഞ്ഞോട്ടോ. എന്തൊക്കെയാ കളിക്കണ? എവിടെ മൂന്നാറിന്റെ തണുപ്പ് പപ്പാ? തണുപ്പൊക്കെ പോയില്ലേ മൂന്നാട്ടില്? അടുത്ത മാസം ഡിസംബർ ജനുവരി. മറയൂര് 38 കിലോമീറ്റർ, ഇരവികുളം ദേശീയോദ്യാനം ലെഫ്റ്റ്. ഇതാ രാജമല എത്തി നമ്മളിപ്പോ. ഇത് രാജമല പാലം. എനിക്ക് തോന്നുന്നു ഇരവികുളം ഈ ലെഫ്റ്റിലേക്ക്. അപ്പൊ എന്താ പ്ലാന്? കുറിഞ്ഞി കഫേ ഉണ്ട് മേലെ, കേറിയാലോ? വണ്ടി നിർത്തിയിട്ട്. അയ്യോ, മാസ്ക് ഒക്കെ ഒന്നിട്ടാ ഇല്ലേ? ഇപ്പൊ തിരക്കാണ്. പോകുന്നുണ്ട്. എന്താ സ്ഥിതി ചോദിച്ചു നോക്കല്ലോ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആ, എന്നാ പോവണ്ട. അപ്പൊ ഈ വെയിലത്തെ നമുക്ക് മറ്റോടൊക്കെ പോയിട്ട് ലേക്കിലൊക്കെ പോയിട്ട് അങ്ങ് ഇരിക്കുക. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു കുളിർമുണ്ട് കാണാനൊക്കെ. പച്ചപ്പ് ഹരിതാപേ ഷൂട്ട് കൊള്ളാട്ടോ, എനിക്കിഷ്ടായി. ഒരു ആൽബം വന്ന സിമ്പിൾ ആയിട്ട് ഷൂട്ട് ചെയ്ത് പോകാമല്ലോ അല്ലേ നീനു? ഇത് പോക്കാണ് ഈ പഹയമാരൊക്കെ പോണത്. ഇതേതാ? ഇതൊരു പള്ളിയല്ലേ? ക്രിസ്ത്യൻ പള്ളിയല്ലേ റൈറ്റ് സൈഡ് കാണുന്നത്? ആണ്. ഓ, ഇതാണോ അപ്പൊ ഇന്നലെ ഗൂഗിളിൽ കണ്ടത്? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ഓഹോ, ഒരു അമ്പലം. നൈമക്കാട് പാലം, രണ്ടാമത്തെ പാലം. സെന്റ് പോൾസ് ചർച്ച്. ആഹാ, നോക്കിക്ക മേലെ വെള്ളം ചേർക്കുന്നല്ലേ? ആഹാ,
അങ്ങ് വരെ വീതി കുറവാട്ടോ. മറയൂര് കഴിഞ്ഞ് തമിഴ്നാട് പോകും നല്ല വഴിയാണ്. ഒന്ന് നിർത്തണോ എവിടെയെങ്കിലും? ഒന്ന് നിർത്താട്ടോ, അവരും കൂടി വരട്ടെ. ആ ഭാഗത്തേക്ക് നിർത്താം. ഇവിടെ ഒന്ന് നിർത്തിയേക്കാം. നല്ല ഭംഗിയല്ലേ? അവരും ഇറങ്ങി. 2 ഫോട്ടോയൊക്കെ ഒന്ന് എടുത്ത് ഉഷാറായിട്ട് പോവാ. നമ്മള് മെല്ലെ ഒന്ന് കാർന്ന് ഇറങ്ങിയിരിക്കും. നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ മൂന്നാർ. ഈ ഒരു ടൈം വരുമ്പോഴത്തേക്കും നമ്മളെ രാജമല ആ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇപ്പൊ പിറകിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് നല്ല അടിപൊളി സീനറി. മഞ്ഞും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ മഞ്ഞൊക്കെ? നമ്മൾ ഏതായാലും ഇരുവികുളത്ത് കയറിയില്ല, കാരണം വെച്ചാൽ അവിടെ ഭയങ്കര തിരക്ക്. ഈ ഒരു ടൈമിൽ വരയാടിനെയൊക്കെ കണ്ടു പോകണമെങ്കിലും എന്താ പറയുക കുറേ നേരം പിടിക്കും. ഒരുപാട് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഇനി മറയൂർ റൂട്ട് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം മൊത്തം മറയൂർ മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പോ ഓടല്ല വണ്ടി. ജോപ്പു ഒരു ഹായ് പറഞ്ഞേ. നമ്മളെ കടത്തി വെട്ടിയ നമ്മുടെ ലോറി വീണ്ടും കയറി വരികയായി. ഇനി ഇവനെ വീണ്ടും എങ്ങനെ ഒന്ന് കടത്തി വെട്ടാന്നാണ് നോക്കണത്. ഇത്രയും ആൾക്കാരില്ലേ? ഓരോ ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തപ്പോ ഇനി ഇവിടെ ഇറങ്ങണ്ട അല്ലേ? ഇനി അങ്ങ് വിട്ടേക്കാം അല്ലേ? പിന്നെ ഏതൊരു ഒരു ഹോട്ടൽ ഇട്ടോ പപ്പ അടുത്തത് പോയി ഒന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിടാം. പപ്പ ഇതന്നെ നൈനിറ്റാളൊക്കെ പോകുമ്പോ ഉള്ള ഫീല്. ക്യാമറ ഓണാണ്. അതാ ഞാൻ ആലോചിക്കുന്നത്. രാജമല കഴിഞ്ഞതോടുകൂടി നല്ല മഞ്ഞ് മൂടിയിരിക്കുകയാണ്. ഇപ്പൊ ഫ്രണ്ടൊന്നും കാണാൻ പറ്റാത്ത തരത്തിൽ തന്നെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോയി നോക്കാം കാട്ടിന്റെ ഉള്ളിലൊക്കെ എന്താവുന്ന്. ലോഡ് വണ്ടിയാണ്. അതിന്റെ ഇടയിൽ കൂടെ ഒരുത്ത കാണിച്ചു പോണ നോക്ക്. എന്തോന്നിടെ ഇങ്ങനെ പോണത്? അവിടെ പോയിട്ട് ഇങ്ങനെ തിക്കി ഇരിക്കുവേ. മൊത്തം മഞ്ഞായില്ലേ? ദൈവമേ, ഞാൻ പറയാ കാറ്റില്ല മഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ മാസം എങ്ങനെയാണെങ്കിൽ അടുത്ത മാസം നല്ല -ഡിഗ്രിയിലേക്ക് വരത്തില്ലേ? ഇങ്ങോട്ട് വാ, ഇതിലേക്ക് കാണിച്ചേ. ആ മുഖം അങ്ങനെ വെച്ചേ, വീഡിയോയില് കാണേ. കാണിക്ക് എല്ലാരും ഇതും കഴിച്ച് കുത്തിരിക്കുക അല്ലേ? സോറി, അതെ ഞാൻ കാല് ചോട്ടെ വിട്ടുപോയി. ഓ ഇത്രയും കോട ഇവിടെ ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല കേട്ടോ നമ്മളാ. കാരണം നമ്മൾ രാവിലെ എത്തിയപ്പോ അല്ലേ, അത് ഈ ഉച്ച നേരത്ത്. ഇപ്പൊ ഒരു 11:40 ആയിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല രസം കേട്ടോ കാണേ. നോക്കി നീനു, ഈ ക്യാമറ കൂടെ നോക്കിക്കേ. നീനു കുഴലപ്പം തിന്നുന്നതിന്റെ തിരക്കിലാ? ടു ബിസിയാ? ഇതാരടി സിനിമടിയാണോ? അല്ലല്ലേ? അത് നോക്കിട്ടുണ്ട്. എടി ചെലപ്പോ എന്റെ ആൽബം കണ്ടുള്ള ആൾക്കാരായിരിക്കും. സീരിയൽ നടി കേട്ടോ അങ്ങനെ എന്തോ. ഓ എന്താടാ കളിക്കണേ? എന്തുവാടേ? ഓവർടേക്ക്, മണ്ണാങ്കട്ട. ആ
ആ എടി എല്ലാരും കൂടി ഒന്നൊരു കൂക്കിട്ടെ. നല്ലോണം ഒന്നും കൂടി കേക്കട്ടെ. കേട്ടില്ല. മഞ്ഞ് മൂടിയിരിക്കുന്ന കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ആകെ തണുപ്പ് പിടിച്ചു. ഒരു കല്ലൊക്കെ ഇട്ടുണ്ട്. ദൈവമേ, കുഴിയൊക്കെ നോക്ക്. കല്ലൊക്കെ വന്നിരിക്കുന്നത് മറ്റേ നമ്മൾ പോകുന്ന ടൈമിലെത്തിയാണെങ്കിലോ. ഈ റൂട്ടൊക്കെ ഇങ്ങനെ കാണിക്കണ്ട നീനു. ചുമ്മാ ഒരു ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വീഡിയോയില് ലപ്പു അവര് ഓർമ്മയ്ക്ക് അങ്ങനെ നിൽക്കട്ടെ. ഒരു 2 മണിക്കൂറുള്ള വീഡിയോ നീനു 4K അങ്ങ് ഞാൻ അപ്ലോഡ് ചെയ്യും. പ്രിന്റോ അല്ല, ആ ഫ്രണ്ട്. ലോറിന്റെ ടയറൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയത്. പപ്പാ നോക്കടി കാടുകള്. അപ്പൊ ഒരു ഉപകാരം ചെയ്യടി, ആ നിന്റെ ക്യാമറ കൊണ്ട് ഒന്ന് പിടിച്ചേ. ആണ് അങ്ങനെയാണോ നിന്നോട് ഞാൻ പിടിക്കാൻ പറഞ്ഞത്? ഹൊറിസോണ്ടലായിട്ട് വെക്കടി, അങ്ങനെ പിടിക്കടി. ഒരു ക്യാമറ കയ്യിൽ ഒതുങ്ങുന്നില്ല. അപ്പു ശരിക്കും കേട്ടോ, ഈ റൂട്ട് ഇത്രയും തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ വിചാരിച്ച അങ്ങ് ഇതൊന്നും ഒരു തിരക്കല്ല. നോക്ക് നോക്ക്, അവിടെ വെള്ളച്ചാട്ടം നോക്ക്. റൈറ്റ് സൈഡ് ചെറിയൊരു വെള്ളച്ചാട്ടം. ഈ റൂട്ടിലൊക്കെ ആന വന്നിട്ട് ആന എന്ത് ചെയ്യാനാ? ഇവിടെ നിർത്തണോ? പക്ഷെ ഇറക്കിയ ആന എവിടെടാ? ഏതൊക്കെയോ മരം വീണിട്ടാന്ന് തോന്നിട്ട് ഈ പോസ്റ്റൊക്കെ ഒടിഞ്ഞിരിക്കുന്നതേ. കൊക്കയാണോ ഇവിടെ താഴത്തേക്ക്? ഒന്ന് പിടിക്കുന്നുണ്ടപ്പോ ഒന്നും അല്ല ആണ്. എന്നാലും കൊക്കാന്ന് പറയുമ്പോ കാണിക്കാനേ. ഇത് നോക്ക്, ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞാണോ? ആണല്ല. ഇങ്ങനെ തന്നെയാണോ മറയൂർക്കുള്ള റോഡും? നിരപ്പാണോ? ആ അതാ ആലോചിക്കുന്നത്. തമിഴ്നാട്ടിലുള്ള റോഡില്ലേ? പശുക്കൾ മെയ്യാൻ വന്നിരിക്കുന്നു. കണ്ടോ അപ്പൊ ഇണ്ടിക്ക ഗിയറൊക്കെ മാറ്റുമ്പോഴത്തേക്ക് അങ്ങ് പറക്കുന്നളി വണ്ടിയാവണത്. ഓനൊന്നും ഒരിക്കലും ആ ഫോട്ടോ എടുക്കാൻ പറ്റൂല. ആ എന്നാലും ഞാൻ ആലോചിക്കുക, ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല ഇത്രയും തിരക്ക് ഈ റൂട്ടിൽ ഉണ്ടാവുന്നത്. നമ്മൾ മാത്രം പോകുന്നു വരുന്നു എന്നുള്ളൊരു ചിന്തയിലാണ്. കടുകുമുട്ടി ഡിവിഷൻ. അവിടെ ഒരു നല്ല ചുവന്ന മരം നിൽക്കുന്നുണ്ടോ? എന്താ അപ്പൊ മറയൂർക്കാകെ 20 കിലോമീറ്റർ ഉള്ളല്ലോ. പഴനി 93. പൊള്ളാച്ചി പഴനിയൊക്കെ ഏകദേശം ഒരേ ദൂരല്ലേ? പള്ളി കയറണോ? ഈ പള്ളിയിൽ കയറണ? തിരിച്ചു വരുമ്പോ കയറാനല്ലേ? രാത്രിയാവല്ലേ? തലയാർ പാലത്തില്ലേ? ടോയ്ലറ്റ് ബാത്റൂം കയറണോ? തേയില ഫാക്ടറി. ഇവിടെ എത്തുമ്പോ തന്നെ നല്ലൊരു തേയിലയുടെ മണം അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണോ? KHDP ഗാർഡനിലാണോ ഇരിക്കുന്നത്? ഇവിടെ തന്നെ പേരൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു ഹോട്ടൽ കണ്ടിട്ടാ. നല്ല ഫുഡാണ്, ഊണും കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് ചോറ്, മീൻകറി, കാര്യങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. ബാത്റൂം സൗകര്യമാണെങ്കിലും ഉണ്ട്. ഇവിടെ ഒരു ഊണിന് 30 രൂപയുള്ളൂ കേട്ടോ ഈ ഹോട്ടലിൽ. നല്ലൊരു ഹോട്ടലാണ്. മീൻസ് ചോറ്, മീൻകറി, ഉപ്പേരി, പിന്നെ 2-3 സൈഡ് ഐറ്റംസ്,
പപ്പട, നല്ല ചൂട് നമ്മുടെ കൊഴുവ വറുത്തത്, അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം പോവുകയാണെങ്കിൽ ഈ ഒരു വളവ് ഭാഗത്താണ്, ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഫുഡും കഴിച്ചിട്ട് വേണമെങ്കിൽ മറയൂർക്ക് പോവുക. അതാകുമ്പം കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷനാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും നല്ല ഹോട്ടൽ ഉണ്ടോയെന്നും നമുക്ക് അറിയത്തില്ല. ഇതെന്നത് ഇവിടെ അവിടുന്ന് ഇത് അല്ല ചുമ്മാ പോയാലോ? അപ്പം ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് ലക്കം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ നല്ലൊരു അടിപൊളി വാട്ടർഫാൾസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കൊന്ന് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അകത്ത് കയറി നോക്കാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇത് അവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത് തന്നെ ഒരു മിൽമയുടെ ഐസ്ക്രീം പീടി ഉണ്ട്. ഇവിടെ നമ്മുടെ എക്കോ ഷോപ്പ് ഉണ്ട്, നമ്മുടെ ലെമൺ ഗ്രാസ് ഓയിൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് മേടിക്കാനും പറ്റും. ഞാനും നീനും കൂടി അങ്ങനെ ലക്കം വെള്ളച്ചാട്ടം കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. ഇവിടുന്ന് ഒരു 100 മീറ്റർ നമ്മുടെ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് ഇവിടെ ഓൾറെഡി ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്ഥലം തോന്നുന്നു കണ്ടിട്ട്. പിന്നെ എഴുതിയത് ചാത്തമൂന്നാർ. ഇതവിടെ കുരങ്ങന്മാരുടെ നല്ല ശല്യമുള്ളൊരു ഏരിയയാണ്. ഇപ്പം നമ്മുടെ എന്താ പറയുക, കാറൊന്നും തുറന്നിട്ടിട്ടിരിക്കരുതെന്നാണ് പറയാറ്. ഇതാ മേലെ നോക്കിയാൽ കാണാം എത്ര എണ്ണം ഇരിക്കുന്നതെന്ന്. ഇന്റർലോക്കൊക്കെ ഇട്ട നല്ലൊരു നടപ്പാത ഇവിടെ ഉണ്ട്. മഴയാണ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയാക്കായിരുന്നു ട്രിപ്പ്. കൊള്ളാട്ടോ, നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത്. ഇവിടെ കുളിക്കാറും ഒക്കെ ഒരു സൗകര്യമുണ്ട്. വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകാനും വെള്ളത്തിൽ കാലുവഴുതി വീഴുവാനും ഉയരത്തിൽ നിന്നോ വാഹനത്തിൽ നിന്നോ ബോട്ടുകളിൽ നിന്നോ ചങ്ങാടത്തു നിന്നോ വീഴുവാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പം ടേക്ക് കെയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ പിറകിൽ കാണുന്നതാണ് നമ്മുടെ ലക്കം വെള്ളച്ചാട്ടം. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. പക്ഷെ ഞങ്ങൾ ഏതായാലും കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ല, കാരണം ഓൾറെഡി നല്ല മഴയാണ്. പിന്നെ ഇവിടുന്ന് മഴ കാരണമാണ് നമ്മുടെ കൂടെ ഉള്ളവരാരും വന്നിട്ടില്ല. കാരണം അത്രയും കയറി ഒന്നും മഴ നനഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല എന്താ പറയുക, നല്ലൊരു ആംബിയൻസ്. നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്തേക്ക് പോകുമ്പോൾ എങ്ങനെ വരുന്നോ അതേപോലെ തന്നെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കുളിക്കാനും ഒക്കെ കയറുന്നുണ്ട് ഇവിടെ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അതൊന്ന് കറക്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ്. കുളിക്കാനൊക്കെ നല്ല സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം വലിയ ആഴമൊന്നും ഇല്ലാത്ത കുളങ്ങളാണ്. വാട്ടർ മേ റൈസ് അറ്റ് എനി ടൈം, ബി കെയർഫുൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും കുട്ടികൾ വരെ കുളിക്കുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം. മറയൂർ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏതൊക്കെയോ മരങ്ങളൊക്കെ ഒരുപാട് കടപുഴകി വീണിരിക്കുന്ന കാണാം കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. കുളിച്ചുല്ലസിക്കാൻ വേണ്ടിയിട്ട് നല്ല ടീമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഈ മറയൂർ റൂട്ടിൽ നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ ലക്കം വെള്ളച്ചാട്ടം. ഇവിടെ എൻട്രി ഫീസ് കാണിച്ചിരുന്നു, നമ്മളും എടുത്തിരുന്നു. 50 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. അതെടുക്കുക, നേരെ വരിക, കുളിക്കുക. ടൈം ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഈവനിങ് വരത്തേക്കായിരിക്കും. ക്ലോസിങ് ടൈം ഏതാണെന്ന് ചോദിക്കണം. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, തണുപ്പാണ്. വെള്ളത്തിനൊക്കെ തന്നെ നല്ല തണുപ്പാണ്. പക്ഷെ ഈ ഒരു ആംബിയൻസിൽ നിന്നിട്ട് എൻജോയ് ചെയ്യാന്ന് പറയുന്നത് നല്ല രസമാണ്. നീനു നല്ല ഉരുണ്ടൊരു കല്ലില്ലേ, നോക്കിക്ക് എങ്ങനെ ഉണ്ടെന്ന്. ആ മരം നോക്കിക്കേ, ആൽമരം. ആലാണ്. നല്ലൊരു ഉരുണ്ട കല്ല് കാണിച്ചു തരാം കേട്ടോ. അല്ല, ആന മുട്ട പോലത്തെ ഒരു കല്ല്. ശരിയാ. കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്ന കാണാം കേട്ടാ. ഇതുപോലുള്ള കുഞ്ഞരുവികളെല്ലാം കയറിപ്പോയത് അവിടെ ജോയിൻ ആവുന്നുണ്ട് കേട്ടോ.
ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ വേറെ നല്ല വ്യൂ അല്ലേ? നോക്ക്, ആ മെയിൻ ഇതിലേക്ക് കാണുന്നുണ്ടല്ലേ, അടിപൊളി പൂക്കളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ലക്കത്തുനിന്ന് നമ്മൾ നേരെ മറയൂർക്ക് വിടുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ മറയൂർ എത്തിയിട്ട് നമ്മൾ പറയാം. ലക്കത്തിലെ വെള്ളച്ചാട്ടം വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനി കുറച്ച് കുരങ്ങനെയും കൂടി കാണാം. ഒരു കുരങ്ങൻ കുടിക്കുന്നുണ്ട്. അത് കഴുകാൻ വെച്ച പാത്രത്തിൽ നിന്ന് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് കേട്ടോ കുരങ്ങന്. അതുകൊണ്ടാണ് ഈ മെനക്കെട്ട് വന്നിരുന്ന് കഴിക്കുന്നത്. കുരങ്ങിൻ്റെ ഭയങ്കരമായ ആക്രമണം മാത്രമല്ല, മീൻസ് അങ്ങനെ ആക്രമിക്കലല്ല, പക്ഷെ നമ്മൾ കാറിലൊക്കെ തുറന്നിരുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും കുരങ്ങ് നമ്മളെ പിടിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഈ ഒരു ഭാഗത്ത് വരെ. എത്രയോ കുരങ്ങുകളെ കാണാം. മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നോണ്ട് നല്ല ഭംഗിയാണ്. ആ ശരി, പക്ഷെ ഈ റോഡ് ഭയങ്കര ഡേഞ്ചർ. നോക്ക്, അട്ടി കണ്ടില്ല പപ്പ? ഒന്ന് അങ്ങോട്ട് പോയ ഇടിച്ചു നിൽക്കുവോ? എന്ത് കട്ടിക്കായിട്ടിരിക്കുന്ന ടാറിങ്. ഇതാ ഒരു പള്ളി. മറയൂർ തുടങ്ങായ നോക്ക്, ലെഫ്റ്റ് സൈഡ് അടിപൊളിയാണല്ലോ. അമ്പ കൊള്ളാല, കാടൊക്കെ. നീ നോക്ക്, റൈറ്റ് സൈഡ് മൊത്തം കാട്. ആണോ? ആണോ? അല്ല, ഞാൻ കൊറേ മരേ കാണുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മരങ്ങളൊക്കെ കാപ്പിത്തോട്ടത്തിൽ ഇത്രയും വലിയ മരങ്ങൾ വിടും ആണല്ലേ? കൊള്ളാലോ, നല്ല വഴി കേട്ടോ. വഴി കൊള്ളാം. കട്ടറില്ല. ഞാൻ പറയാം ശരിക്കൊരു 4 അടി വീതിയും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. രണ്ട് സൈഡൊന്ന് ഒരു ഭംഗിയുണ്ട്. കൊള്ളാല്ലേ മരങ്ങള്. എടുത്ത് റെഡി. ഒരു നീനും ഉറങ്ങിയോ? കൊച്ചു ഉറങ്ങിയോ? കവുങ്ങും തോപ്പുകൾ. എന്താല്ലേ ഭംഗി പപ്പ. റൈറ്റ് സൈഡ് നോക്കുമ്പോ മറയൂര് ഇപ്പൊ ഓരോ 8 കിലോമീറ്ററും കൂടി ഉണ്ട് മറയൂർക്ക്. ആ, അവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളല്ലോ ചിന്നാറിലേക്ക്. അങ്ങനെ കാണിച്ചത് 12 കിലോമീറ്റർ ചിന്നാറിലേക്ക് കാണിച്ച്. 9 കിലോമീറ്റർ മറയൂർ. കവുങ്ങും തോട്ടങ്ങൾ കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് ഇത്രയും കവുങ്ങും തോട്ടൊക്കെ ഉണ്ട്. തെങ്ങും ഭയങ്കരമായ ഇവിടെ തണുപ്പത്രയൊന്നും ഇല്ലല്ലോ. ഓക്കെ. വെൽക്കം ടു മറയൂർ സാൻഡൽ റിസർവ് ഏരിയ. അപ്പൊ നമ്മള് ചന്ദനത്തടികളുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഓ എന്താ ഭംഗി. ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ, ചിൽഡ്രൻസ് പാർക്ക് ആണത്. ഒന്ന് കേറണോ? ഇതെല്ലാം ചന്ദന.
ഈ ലെഫ്റ്റിലാ? വലതുവശം. ആഹാ. ഓ, ഇത് അടച്ചിട്ടിരിക്കുകയാണല്ലോ ചിൽഡ്രൻസ് പാർക്ക്. ഞായറാഴ്ച ആയതായിരുന്നായിരിക്കും. 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത്, പരമാവധി വേഗത. ഡേവിസ് ഫാം ഹൗസ്. വാവ്, നല്ലൊരു നാട്ടിൻപുറത്ത് എത്തിയ അവസ്ഥ. എനിക്ക് റോഡ് വലിയ ഇഷ്ടപ്പെട്ടു. ഏതായാലും ഈ ഒരു ഇതില് അവർ ഇത്രയും നന്നായിട്ടില്ലേ, ഇത്രയും വണ്ടികൾ പോകണമല്ലേ, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. എക്കോ ഷോപ്പ്, പ്ലാസ്റ്റിക് എറിയുന്ന നിരോധിച്ചിരിക്കുന്നു. ഈ വേലിക്കകത്ത് മുഴുവൻ ചന്ദനമാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റി, ലെഫ്റ്റ് സൈഡ് മൊത്തം നമ്മുടെ ഇതായൊരു ഇരുമ്പ് വേലി വെച്ച് കെട്ടിയിരിക്കുന്നതിന്റെ ഉള്ളിൽ മൊത്തം നമ്മുടെ ചന്ദന മരങ്ങളാണ്. ചന്ദനത്തിന്റെ മണമൊന്നും അടിക്കുന്നില്ല. പുള്ളിമാൻ. ഇനി ഒരു മാനിനെ കണ്ടിട്ടാവും ബാക്കിയുള്ള യാത്ര. മാനിനെ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാം. അത് വണ്ടി നോക്കിയിരിക്കുന്നത്. ഏതായാലും ഇനി പുള്ളിമാനെ കണ്ടില്ല എന്നുള്ള പരാതി തീർന്ന്. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. കൊരകനൊക്കെ ബാഹുബലിയായിട്ട് വരുന്നു. ഇവിടെ വരും, സിംഹവാലിനൊക്കെ കാണാൻ പറ്റും. ഇതേതാ? അവിടെ ഒരു വീട് കണ്ടോ, ചെറിയ വീട്. പക്ഷെ അവരെന്തിയേ പിറകിൽ വന്നവര്? കൊരങ്ങ. മറ്റേ പണ്ട് ഇത് ഈ സ്ഥലത്ത് നമ്മുടെ നാട്ടിലെത്തിയ പോലെ ഉണ്ടല്ലോ, ഒരു പശുവൊക്കെയാണല്ലോ. അല്ലെന്നേ, നിരപ്പും വീടും. അത് ഇതാണ് പപ്പ കരിമ്പ്. ഓഹോ, അതാ റൈറ്റ് സൈഡ് മൊത്തം കരിമ്പ് സർക്കാർ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് പപ്പ? ഒരു ഫാക്ടറിയിൽ നമ്മൾ കയറണം പപ്പ. ഇങ്ങോട്ട് മറയൂര് വന്നിട്ടില്ലേ? ഇല്ല, ആദ്യമായിട്ടാ. ഞാൻ ഫസ്റ്റ് ടൈമാ. മൂന്നാർ വന്നിട്ടുണ്ട്. എന്താ ചിന്നാറിലേക്ക് 18 കിലോമീറ്റർ, പഴഞ്ഞി 3, പൊള്ളാച്ചി, ഡിണ്ടിഗൽ 132. ഡിണ്ടിഗൽ പോയാൽ നല്ല ഡിണ്ടിഗൽ ബിരിയാണി കഴിക്കാനല്ലേ? തലപ്പക്കെട്ട് ബിരിയാണി. തലപ്പക്കെട്ട് ബിരിയാണി. അല്ല, ഇപ്പൊ കാട് കഴിഞ്ഞോ? കാന്തല്ലൂർക്ക് എങ്ങനെയാ പോകും? കാന്തല്ലൂരിന് ഒരു ബോർഡും കണ്ടില്ലല്ലോ. ഓക്കെ, മറയൂർ ടൗൺ എത്തി നമ്മള്. ഈ പച്ചക്കറി തോട്ടം ചോദിച്ചിട്ട് വേണം പോവാൻ. ആണോ? ആദ്യം ശർക്കരയുടെ ചോദിക്കുന്നാല് ഓട്ടോക്കാരോട് ചോദിച്ചാലോ? ഇതാ ഞാൻ പറഞ്ഞില്ല, കാന്തല്ലൂർ ഒരിക്കലും ഇത് കാണാണ്ടിരിക്കൂല. അത് ഉദുമൽപ്പെട്ട ഈ പോണത്, നേരെ പോണത് ഉദുമൽപ്പെട്ട. അപ്പൊ ചിന്നാറോ?
കോഴിക്കോട്ടേക്ക് ഇപ്പുറമല്ലേ ആണോ? അപ്പൊ അങ്ങോട്ട് പോണോ? പോകുന്നുണ്ടോ? ഇല്ല, ഒരു 5 കിലോമീറ്റർ ആകുമ്പോ ഇവിടെ ഒന്ന് കയറാം. ഈ അവന്മാര് അവരെന്ത് വരുന്നുണ്ടോ? ആ വന്നിട്ടുണ്ട്. ആനക്കോട്ടപ്പാറ. അപ്പൊ ഇനി നമുക്ക് ആനക്കോട്ടപ്പാറ കാണാം. പട്ടി ചത്തതാണ്. മാൻ കണ്ടോ? കരിമാനും ഉണ്ട് തോന്നല്ലോ. നമ്മുടെ അമ്മ ഇതാ ഫാക്ടറി വിസിറ്റ്. ഫാക്ടറി ജാഗിരി ഒന്ന് ചോദിച്ചോ.